നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ പഠിച്ച പാഠങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനോ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസോ ക്വിസ് സീരീസോ ഒക്കെ വെക്കണമെന്ന് നിങ്ങളിൽ ചിലരൊക്കെ എന്നോട് കമൻറ്റിൽ കൂടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിനെ ആസ്പദമാക്കിക്കൊണ്ട് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റ് നമ്മൾ പ്രൊനൗൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക്കലി ഇതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടെസ്റ്റാണ്. ഞാനിവിടെ ചില എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. അതിൽ പ്രൊനൗൺ വരുന്ന പാർട്ട് ഞാനും ബ്ലാങ്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ ബ്ലാങ്ക് ആണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് മറാഠി ശിക്തോ. ഡാഷ് മറാഠി ശിക്തോ. ഇതിൻ്റെ മലയാളം ഞാൻ മറാഠി പഠിക്കുന്നു. ഞാൻ മറാഠി പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ബ്ലാങ്കിൻ്റെ വാക്ക് എന്താണ്? ഞാൻ. ഞാൻ എന്നതിൻ്റെ മറാഠി വാക്ക്, ആ പ്രോനൗൺ എന്താണ്, അതാണ് നിങ്ങളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് വിദ്യാർത്ഥി ആഹേസ് കാ. ഒരു ചോദ്യമാണ്. നീ വിദ്യാർത്ഥി ആണോ? ഓക്കെ, അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്താണ്? നീ എന്ന മറാഠി വാക്ക്, നീ എന്ന മലയാളം വാക്കിൻ്റെ മറാഠി വേർഡ് എന്താണ്, അതാണ് പറയേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ഡോക്ടർ ആഹാത് കാ. ഓക്കെ, ഡാഷ് ഡോക്ടർ ആഹാത് കാ. നിങ്ങൾ ഡോക്ടറാണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നതിൻ്റെ മറാഠി വാക്ക് പറയണം. ക്വസ്റ്റ്യൻ 4, രവി ആണി മീ മറാഠി ശിക്തോ. ഡാഷ് വിദ്യാർത്ഥി ആഹോത്. എന്താ ഇതിൻ്റെ അർത്ഥം? രവിയും ഞാനും മറാഠി പഠിക്കുന്നു. ഞങ്ങൾ വിദ്യാർത്ഥികൾ ആണ്. അപ്പോൾ ഞങ്ങൾ എന്ന വാക്കാണ് ആ ഡാഷിൽ പൂരിപ്പിക്കേണ്ടത്. അതിൻ്റെ മറാഠി വാക്ക് പറയണം. ഓക്കെ. ക്വസ്റ്റ്യൻ 5, രാം മുംബൈ മധ്യേ രാഹത്തോ. ഡാഷ് പത്രക്കാർ ആഹേ. രാം മുംബൈയിൽ താമസിക്കുന്നു. അയാൾ പത്രക്കാർ ആണ്. അയാൾ പത്രപ്രവർത്തകൻ ആണ്. ഓക്കെ, അയാൾ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടറാണ് എന്നതിനാണ് പത്രക്കാർ ആണ്. അപ്പോൾ അയാൾ എന്ന വാക്കിൻ്റെ മറാഠി വേർഡാണ് നിങ്ങൾ പറയേണ്ടത്. ക്വസ്റ്റ്യൻ 6, ഡാഷ് കുഠേ രാഹത്ത. അപ്പോൾ ഇവിടെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത്. രാഹത്ത എന്നല്ലേ ചോദിച്ചത്? അപ്പോൾ താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? താങ്കൾ എന്നതിനുള്ള മറാഠി വേർഡാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ. ക്വസ്റ്റ്യൻ 7, സഗ്ളയാ ശിക്ഷിക ബസ് മധ്യേ ബസ്താത്. ഡാഷ് ഷാളേത് ജാതാത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സഗ്ളയ എല്ലാ, ശിക്ഷിക ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സും ബസ് മധ്യേ ബസ്സിൽ ഇരിക്കുന്നു. എല്ലാ ടീച്ചേഴ്സും ബസ്സിൽ ഇരിക്കുന്നു. അവർ സ്കൂളിൽ പോകുന്നു. ശാള പറഞ്ഞാൽ സ്കൂള് അല്ലേ? അവർ സ്കൂളിൽ പോകുന്നു. അപ്പോൾ നിങ്ങൾ അവർ എന്ന വാക്കിൻ്റെ മറാഠി വേർഡാണ് പറയേണ്ടത്. ഓക്കെ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. ഞാനത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളോട് കറക്റ്റ് ആണോ എന്ന് പറയാം. അതുകൂടാണ്ട് ഇതിൻ്റെ ആൻസർ ഷീറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങൾ എനിക്കൊന്ന് അയച്ചു തരണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ നോക്കാം അല്ലേ? ഇതുപോലെയുള്ള സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. കാരണം നമ്മൾ ഇതുവരെ ഒരു 19 വീഡിയോസ് എങ്കിലും വേറെ എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ മേലെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ടെസ്റ്റ് സീരീസോ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്വിസ് സീരീസോ ഒക്കെ നമുക്ക് ചെയ്യാം. അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരാം. 1-2 പേര് എന്നോട് താല്പര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഉപയോഗപ്പെടും എന്നുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മടിക്കല്ലേ. അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഹാപ്പി ലിവിങ് ഗൈസ്.